അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടോറിസെല്ലീസ് ലോ ഓഫ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഈ എഫ്ലക്സ് എന്ന് പറയുന്നത് ഒഴുക്ക്, അതിനൊക്കെയാണ് നമ്മൾ എഫ്ലക്സ് എന്ന് പറയുക. അപ്പോൾ എന്താ പറയുന്നത്, ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ സ്മോൾ ഹോൾ അറ്റ് എ ഡെപ്ത് എച്ച് ഓഫ് ആൻ ഓപ്പൺ ടാങ്ക് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി. സപ്പോസ് ഇതാണ് എന്ത്, നമ്മുടെ ഓപ്പൺ ടാങ്ക്. നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡെപ്തിൽ, ഇതിൻ്റെ ഏറ്റവും താഴെ ഇവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, ഈ ഭാഗത്തുള്ള ഹൈറ്റ് എന്താണ്, എച്ച് ആണ്. അപ്പോൾ ഈ എച്ച് എന്നുള്ള ഹൈറ്റിൽ താഴെ എന്ത് ചെയ്തു, ഒരു ഹോൾ ഇട്ടു. അപ്പോൾ ഈ ഹോളിലൂടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിലുള്ള വെള്ളം ഒഴുകിപ്പോവും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ സ്പീഡിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ഓപ്പൺ ടാങ്കിൽ ഡെപ്ത് എച്ചിൽ എന്ത് ചെയ്തു, ഒരു ചെറിയ ഹോൾ ഇട്ടു. അപ്പോൾ ആ ചെറിയ ഹോളിലൂടെ എന്ത് ചെയ്യും, വെള്ളം ഒഴുകും. ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിയോട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിയോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്, ടോറിസെല്ലീസ് ലോ ഓഫ് സ്പീഡ് ഓഫ് എഫ്ലക്സ് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളതാണ് മാഗ്നസ് എഫക്റ്റ് എന്താ പറയുന്നത്, വെൻ എ ബോൾ മൂവ്സ് വിത്ത് എ സ്പിൻ ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എയർ എബവ് ദ ബോൾ ഈസ് ഗ്രേറ്റർ ദാൻ that of below it, then pressure below the ball is greater than that of above and produces an upward force on the ball. This dynamic lift due to spinning is called Magnus effect. അതായത് ഒരു ബോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്തിരിക്കുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിലുള്ള എയറിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി താഴെ ഉള്ളതിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുപോലെ പ്രഷർ ബിലോ ദ ബോൾ, ഈ ബോളിന് താഴെയുള്ള പ്രഷർ എന്തായിരിക്കും, മുകളിലുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു അപ്വേർഡ് ഫോഴ്സ് ബോളിൻ്റെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡൈനാമിക് ലിഫ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ബോൾ അപ്വേർഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ. ഈ ഡൈനാമിക് ലിഫ്റ്റ് എന്ത് കാരണം, ബോളിൻ്റെ സ്പിന്നിങ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈനാമിക് ലിഫ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ്. അതായത് ബോൾ സ്പിൻ ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബോളിൻ്റെ മുകളിലുള്ള റിലേറ്റീവ് വെലോസിറ്റി താഴെയുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ താഴെയുള്ള പ്രഷർ മുകളിലുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു അപ്വേർഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ബോളിൻ്റെ മുകളിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡൈനാമിക് ലിഫ്റ്റ്, ഇത്തരത്തിലുള്ളൊരു ഡൈനാമിക് ലിഫ്റ്റ് എന്ത് കാരണം, സ്പിന്നിങ് കാരണമുള്ള ഈ ഡൈനാമിക് ലിഫ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ്. നെക്സ്റ്റ് നമുക്ക് വിസ്കോസിറ്റി എന്താണെന്ന് നോക്കാം. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ. അതായത് സപ്പോസ് ഇതാണെന്ത്, ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എന്ന് വിചാരിച്ചോളൂ. ഇതാണെന്ത്, ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ലെയേഴ്സ് തമ്മിൽ എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഫ്ലോയുടെ സ്പീഡിനെ എന്ത് ചെയ്യും, ഇങ്ങനെ തടയും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ തടയുമല്ലോ, നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ തടയുന്ന അത്തരത്തിലുള്ള ഒരു ഫോഴ്സാണല്ലോ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ലെയേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. എങ്ങനെ ഇത് റിലേറ്റീവ് മോഷനിലാവുമ്പോൾ, അങ്ങനെ ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് മോഷൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിസ്കോസിറ്റി എന്നൊക്കെ വിളിക്കുക. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ചെരിഞ്ഞ സർഫസിൽ ഹണിയും അതുപോലെ വാട്ടർ കുഴിച്ചാൽ ഹണി മെല്ലെ പോവും, വാട്ടർ സ്പീഡിൽ പോവും. ഇതൊക്കെ കാരണം ഹണീൻ്റെയും വാട്ടറിൻ്റെയും വിസ്കോസിറ്റി ഒക്കെയാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ ഒരു റിലേറ്റീവ് മോഷനുള്ള ഫ്ലൂയിഡിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? വിസ്കസിറ്റി എന്ന് വിളിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഈറ്റയാണ്. ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സിൻ്റെയും അതുപോലെ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ്. ഷിയർ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണെന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഈറ്റ എന്നൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? FL/VA എന്ന് എഴുതാം. FL/VA എന്ന് എഴുതാം. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എക്സ്പ്രസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് സ്ട്രോക്സ് ലോ എന്നാണ് നോക്കാം. സ്ട്രോക്സ് ലോ ഒന്നുമില്ല, F is equal to 6π eta RV. ഇതാണ് സ്ട്രോക്സ് ലോവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ F എന്ന് പറയുന്നത് എന്താണ്? വിസ്കസ് ഫോഴ്സ് ആണ്. F എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് ആണ്. അതുപോലെ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്ഫിയർ, ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് സ്ഫിയർ. അതുപോലെ V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സ്ഫിയർ. അതായത് ഒരു സ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? R റേഡിയസിലുള്ള ഒരു സ്ഫിയർ, ഒരു ചെറിയ സ്ഫിയർ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? സ്ഫിയർ പോലെയുള്ള ഒരു ലിക്വിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് 6π eta RV എന്ന് പറയുന്നത്. ഈറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്ഫിയർ, അതുപോലെ F എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ്, V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സ്ഫിയർ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യമാണ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് വിസ്കോസിറ്റി എന്ത് ചെയ്യും? വിസ്കോസിറ്റി ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. അതുപോലെ വിസ്കോസിറ്റി ഇൻക്രീസസ് with increase in temperature. Viscosity decreases as temperature increases എന്ന് വരുന്നത് ലിക്വിഡിൻ്റെ കേസിലാണ്. അതുപോലെ വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് വരുന്നത് ഗ്യാസിൻ്റെ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക.